എന്തിനാ നോക്കി നിൽക്കണേ? നാളെ നേരം വെളുക്കുമ്പോൾ ഞങ്ങളിവിടെ ഉണ്ടാവില്ല കേട്ടാ. മക്കാരെ ഫുഡ് തന്നെ നാളെ നേരം വെളുക്കുമ്പോൾ. ഇത് നമ്മുടെ പുതിയ പൂച്ച കുഞ്ഞുങ്ങളാണ് കേട്ടോ. നേരം വെളുക്കുമ്പോൾ എഴുന്നേറ്റ് വരുമ്പോൾ ഇതാ എന്നും കാണുന്ന കാഴ്ച കേട്ടത്. എന്നും വന്നിട്ട് ഇതാ അങ്ങനെ നോക്കി നിൽക്കും. ഇപ്പം തണുപ്പ് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. നിൽക്കും രണ്ടുപേര് വലുതായി രണ്ടെണ്ണം. ചിമ്പ് പറഞ്ഞത് കാണണോ? ചിമ്പ് ഇതവിടെ നമ്മളൊരു ബോക്സ് വെച്ചിട്ടുണ്ട്. ഇപ്പം തണുപ്പൊന്നുമില്ല കേട്ടാ, നല്ല വെതറായി വന്നിട്ടുണ്ട്. ചിമ്പ് ഇതാ ബോക്സിൻ്റെ ഉള്ളിൽ കിടന്ന് പറഞ്ഞാൽ കാണണത്. നല്ല ഉറക്കാ ചിമ്പട്ടെ. പുറത്ത് പോയിട്ട് ഒരു ഫുഡ് തന്നെ കണ്ടുപിടിച്ച് കഴിക്കണില്ല. ഇപ്പോൾ ആദ്യമൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ കൊടുക്കാണ്ടായി ഇപ്പോൾ കഴിക്കാറുണ്ടായിരുന്നു. ഇപ്പം നമ്മളൊക്കെ ഇങ്ങനെ വെക്കേഷൻ എവിടെയെങ്കിലൊക്കെ പോകുമ്പോഴാണ് ഇപ്പോൾ പാടായേക്കുന്നത്. കാരണം നമ്മൾ കൊടുക്കുന്ന ഫുഡ് മാത്രമല്ലേ കഴിക്കാൻ അറിയുള്ളൂ. ഫുഡ് വേഗം എടുക്കുന്ന പറഞ്ഞിട്ട് രണ്ടെണ്ണം കൂടി നിൽപ്പ്. എന്റെ അവിടെ എന്താ വെള്ളം? ചിമ്പ് വാതിലിപ്പോ തുറക്കും. ഒന്നിയാൾ വെച്ച് കൊടുത്തിട്ടോണ്ട് പോരെ, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ള പൂച്ചയുടെ ഓടി പോകും. ഇല്ല അവിടെ കൊടുത്തിട്ടോണ്ട് പോരെ. അപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ കോസ്റ്ററിക്കയിൽ പോവാട്ടെ. അപ്പോൾ നമ്മളിനി ഒരാഴ്ച കഴിഞ്ഞിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മുടെ പൂച്ചകൾക്കൊക്കെ ഫുഡ് കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ നീനയുടെ ഒരു ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ആസ്പിൻ കുട്ടിനെ നമ്മൾ അകത്താക്കിയിട്ടാണ് പോണത്. അവന് നമ്മളകത്ത് ഫുഡൊക്കെ വെച്ചിട്ടുണ്ട്. രണ്ടുപേരും ഇന്ന് അവിടെ വന്ന് ഇരിക്കുന്നുണ്ട്. ചിമ്പൂട്ടിനവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ അങ്ങോട്ട് പോയി. ആ ചിമ്പൂട്ടിനവിടെ കസേരയും ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫോണിൽ നമുക്ക് ഇവരെ കാണാനൊക്കെ പറ്റും. അപ്പോൾ ഇവരെന്തൊക്കെ ചെയ്യണമെന്നുള്ളത് അറിയാമല്ലോ. പിന്നെ നമ്മുടെ കോഴീനെയും താറാവിനെയൊക്കെ നമ്മൾ കൂട്ടിലാക്കിയിട്ടാണ് പോണത്. അവർക്ക് നമ്മൾ ഗീസ് പറക്കണോക്കി. അയ്യോ നമുക്ക് കിട്ടിയില്ല ഇതിനകത്ത്. നമ്മൾ പോവാട്ടെന്ന്. കൊച്ചിവിടെ നിന്നോട്ടാ. കൊച്ചിന് ഫുഡൊക്കെ തരും. ഇപ്പം തണുപ്പൊന്നുമില്ല. ഇപ്പം ചെറിയൊരു തണുപ്പുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഫുഡ് ഇവിടെ പിന്നെ ഇവരുടെ കൂട് ഞാനിവിടെ 2 കൂട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും അവർ വന്നിട്ട് ഇവർക്ക് ഫുഡ് കൊടുക്കും. നമ്മൾ ഫുഡൊക്കെ വെച്ചിട്ടുണ്ട്. അവർക്ക് കുഴപ്പമുണ്ടാവില്ല. കാരണം ആ കൂടിൻ്റെ ഉള്ളിലായിരുന്നാലും അവർക്ക് പുറത്തേക്കുള്ള കൂടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നടക്കാനൊക്കെ വേണ്ട സ്ഥലമുണ്ടല്ലോ. അപ്പോൾ അവർക്ക് അതിന് കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഓട്ടോമാറ്റിക് വെള്ളം വരുന്നുണ്ട്. പിന്നെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫുഡൊക്കെ എക്സ്ട്രാ നമ്മൾ കുറേ വെച്ചിട്ടാണ് നമ്മൾ പോണത്. കിളികൾ പറന്നു പോകുന്നുണ്ട്. അപ്പം ഇനി ഞങ്ങൾ അവിടെ പോയിട്ട് അവിടുത്തെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യാം കേട്ടോ. ചിമ്പൂട്ടനെ നമുക്ക് കുറേ മിസ് ചെയ്യാം. ആസ്പിനെ നമുക്ക് മിസ് ചെയ്യും. മറ്റേ 2 പൂച്ചകളെ നമുക്ക് അത്രയ്ക്ക് നമ്മളുടെ അടുത്തായിട്ട് അണങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരെ നമുക്ക് മിസ് ചെയ്യും. പക്ഷേ ഇവരേനെ 2 പേരേനെ നമുക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാം. ചിമ്പു എല്ലാവരെയും നോക്കുമെന്ന് വിചാരിക്കണം നമ്മൾ. കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ തണുപ്പൊക്കെ മാറിയത് കൊണ്ട് തന്നെ ഇവരിവിടെ സുഖമായിട്ട് നടന്നോളും. പിന്നെ ഫുഡ് അവർക്ക് പിന്നെ കിട്ടുകയും ചെയ്യില്ല. അപ്പോൾ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു.
ഇത് നമ്മൾ കോസ്റ്ററിക്കയിൽ എത്തിയിട്ട് അവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കിടന്നത് കേട്ടോ. ഇവിടുത്തെ ടാക്സിയുടെ കളർ നോക്കിക്ക് നല്ല സൂപ്പർ കളറുണ്ട്. ഇപ്പോൾ രാത്രി ഇവിടെ 10:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ ബൈക്കൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്താ വണ്ടി പോയി നമ്മുടെ യൂബറാട്ടാ. ഇത് ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ എയർപോർട്ടിൽ നിന്ന് കോസ്റ്ററിക്കയിൽ എത്തിയിട്ട് ഇവിടെ ഒരു ഹോട്ടലിലാണ് 2 ദിവസം താമസിക്കുന്നത്. ഇപ്പോൾ ഹോട്ടലിൽ നമ്മൾ രാത്രി തന്നെ എത്തിയത്. നേരം വെളുത്തട്ടോ. നേരം വെളുത്തപ്പോൾ തന്നെ നമ്മൾ ഇവിടെ നിന്ന് കർട്ടൻ മാറ്റി നോക്കിയപ്പോഴുണ്ടല്ലോ, നേരം വെളുത്തപ്പോൾ തന്നെ നമ്മൾ കർട്ടൻ മാറ്റി നോക്കിയപ്പോഴുണ്ടല്ലോ അതാ കാണുന്നത് എന്താണെന്ന് നോക്കിയേ, നമ്മുടെ കണിക്കൊന്ന ഉണ്ടല്ലോ, കണിക്കൊന്ന പൂത്തേക്ക് എന്താണ് കാണണത്. കണിക്കൊന്നയല്ലേ ഇത്? എന്താ വലിയ മരമായിട്ടുണ്ട്, കുറേ പൂവുണ്ടായി നിൽക്കുന്നുണ്ട്. വേണ്ടേ, എൻ്റെ തൊട്ടപ്പുറത്ത് മാവാക്കി നിൽക്കുന്നുണ്ട്, മാവ് നിൽക്കുന്നുണ്ട്. You know how the glue is the problem that you don't have the screws in it? Yeah, one thing is missing. So when I went to Target, she said, break your old glass that you have that are sitting in the house, take the screws from that. no, That's not how it works. I don't think Are you sure? It's not universal screws, but a good one. Is it? when I went to the Target eye doctor, they said the only option I had was soldering myself with my nail glue. ഇവിടെ ഒരു പേരമരം നോക്കിക്ക്. പക്ഷേ ഈ പേരയുടെ ഇലയുണ്ടല്ലോ നമ്മുടെ നാട്ടിലെ പേരയുടെ ഇലയും തമ്മിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് എന്ത് മരാന്ന് നോക്കിയത്. അപ്പോൾ ഇവിടെ നോക്കിക്ക് കുറച്ച് പേരയ്ക്കൊക്കെ വീണ് പഴുത്ത് കിടക്കുന്നുണ്ട്. പക്ഷേ ഇല തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ. അത് വേറെ ടൈപ്പ് ഇലയാണ്, വലിയ മര. അവൻ കുറേ അല്ല പച്ച കളറാ, പച്ച പഴുത്തിട്ടില്ല, പഴുത്തൊക്കെ താഴെ വീണെടുക്കുന്നുണ്ട്. പക്ഷെ ഇലയുടെ കളർ ഭയങ്കര ഡിഫറെൻറ്റ്. കുറേ കിളികൾ വന്നിരിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ, നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. തത്തയ്ക്കെന്ന് തോന്നണു. അവിടെ വലിയൊരു പേരമരം നിൽക്കുന്നുണ്ട്. ഒരു കയറി ഒന്നിടത്ത് കണ്ട. ഇതായിട്ട് നമ്മൾ വന്ന അന്ന് നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെ നമ്മളൊരു താമസിക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലം എടുത്തതാണ്. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമ്മൾ റെൻ്റൽ കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടി എടുത്തിട്ട് നമ്മൾ വേറെ വീട് നമ്മൾ എടുത്തിട്ടുണ്ട്, അവിടേക്ക് പോകും. ഇത് ഫുള്ളിങ്ങനെ മരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയതാണ്. ഫുള്ള് മരവും അല്ല ഈ മുളയൊക്കെയാന്ന് തോന്നുന്നു, കണ്ടല്ലേ. ഫുള്ള് അങ്ങനെ അടിച്ച് വെച്ചേക്കുന്നത്. അങ്ങനെ വലിയ സെറ്റപ്പ് ഒന്നുമല്ല, പക്ഷേ കുഴപ്പമില്ല. നമുക്ക് ഒരു രാത്രി മാത്രമേ ഇവിടെ ആവശ്യമുണ്ടായുള്ളൂ. പക്ഷേ എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. മറ്റേത് നമ്മൾ വീടെടുത്തേക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് 2 മണിക്കൂർ, ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ രാത്രി നമുക്ക് ഡ്രൈവ് ചെയ്ത് അവിടേക്ക് അത്ര ദൂരം പോകണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ഇവിടെ റൂം എടുത്തതാണ്. നെറ്റ് കിട്ടുന്നുണ്ടോ? കുറച്ചിട്ട് നെറ്റ് കിട്ടുന്നുണ്ടോ? റെഡിയായോ എല്ലാവരും? റെഡി. നമ്മളിലേക്ക് കയറട്ടെ.
ആഹാ ഓ തല മുട്ടുമല്ലേ യാസ് ഗുഡ് ഇപ്പുറത്തേക്ക് നോക്കിയാ ഓ മലയൊക്കെ ഉണ്ടല്ലോ ആ ഇവിടെ നോക്ക്. യാസ് ഗുഡ് ആഹാ ഞങ്ങളിവിടെ വന്നിട്ട് രാത്രിയാണല്ലോ ഇവിടെ എത്തിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തെ കാഴ്ചകളൊന്നും കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് ഇതിന് എന്ത് സ്ഥലം എന്ന് പറയടി ഇവിടെ നോക്കിയാൽ മലയൊക്കെ കാണുന്നുണ്ട് ഞങ്ങളിങ്ങനെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പോകണ്ടേ നമ്മൾ വീട് എടുത്തിട്ടുണ്ടെന്നല്ലേ Airbnb എടുത്തിട്ടുണ്ട് നമ്മൾ അവിടേക്ക് പോവാം അവിടെ ഇതാ അലീന ഡ്രസ്സൊക്കെ മാറി കിടപ്പായിട്ടുണ്ട് ഇതായിരുന്നാലും ഫുഡ് ഇങ്ങനെ വുഡ് കൊണ്ട് അടിച്ചേക്കുന്നത് കേട്ടോ മുകളിൽ എനിക്ക് തോന്നുന്നു എന്തോ മുളയോ അങ്ങനെ എന്തോ ഒരു സാധനം തോന്നുന്നു അടുത്ത വ്യൂ അവിടെ കണ്ട ശരിക്കും അതിന് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഓ പള്ളി കണ്ടിട്ടല്ലോ അവിടെ എന്നൊരു സ്ഥലം കണ്ട തെങ്ങാണോ പനയുണ്ടാവോ പക്ഷെ ആ പൂ നല്ല രസമായിട്ടുണ്ട് കാണാൻ വേണ്ടി ഫുള്ള് മലയാണെന്നോണം അല്ലേ ചുറ്റോളം മലയാണല്ലേ പിന്നെ ആ കടലുണ്ടല്ലോ അപ്പോ കടലാണ് കൂടുതൽ മലയും പക്ഷെ ഒരു ചെറിയൊരു നല്ലൊരു തണുപ്പൊക്കെ ഉണ്ടല്ലേ ആ അവിടെ കുറെ പേരൊക്കെ ഉണ്ടായിരുന്നു കണ്ടിരുന്നു ഇവിടെ പേരൊക്കെ ഇട്ടായിരിക്കും ആ പപ്പായ നല്ല രസം ഉണ്ടായിരുന്നു അല്ലേ നല്ല മധുരം ഉണ്ടായിരുന്നു ഏത്തപ്പഴവും നല്ല രസം ഉണ്ടായിരുന്നു വണ്ടി 8:30 അല്ലേ ഇപ്പൊ എത്തുന്നു പറഞ്ഞാ മെസ്സേജ് ഇട്ടുണ്ടായ അപ്പൊ നമ്മള് ഇവിടുന്ന് വണ്ടി റെന്റിൽ എടുത്തിട്ടാണ് ഓടിക്കുന്നത് നീയാണല്ലേടി നീയാണ് ഓടിക്കുന്നത് നാട്ടിലെ ഏതാണ്ട് വണ്ടി ഓടിക്കുന്ന പോലെയൊക്കെ ഇവിടെ ഓടിക്കേണ്ടി വരും നീക്ക് ഇവിടെ ഓടിച്ച് നല്ല പരിചയമുണ്ട് നീയ ഇതിനു മുമ്പ് പിള്ളേരെല്ലാവരും കൂടിയിട്ട് ഇവിടെ കോസ്റ്ററിക്കയിൽ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടെ വണ്ടി ഓടിച്ചിട്ട് നല്ല പരിചയമുണ്ട് അതെന്തോട്ട് പോവാണാവോ നല്ല നീനുണ്ടോ പൂ അവിടെ ഒരു മരത്തുമ്പോ പിങ്ക് കളർ പൂ ഉണ്ടായിരുന്നു നല്ല വെയിലായി തുടങ്ങിയിട്ടുണ്ട് തുറക്കിള്ളികളാ അവിടെ പോകുമ്പോ മാങ്ങയൊക്കെ കിട്ടിയിരിക്കും പേരയ്ക്ക മാങ്ങ എനിക്ക് പഴം വാങ്ങണം ഏത്തപ്പഴം ഇപ്പോഴത്തെ ഏത്തപ്പഴത്തിന് നല്ല മധുരം എന്ന് പറഞ്ഞിട്ടുണ്ട് കഴിച്ചോക്കട്ടെ നാട്ടിലെ സെയിം ടേസ്റ്റ് ആണെന്ന് അറിയണമല്ലോ മൂക്കുര അത് മോഹക്കുരുവാണ് പൊട്ടയല്ല ലൈക്ക് ഓൾമോസ്റ്റ് ലൈക്ക് അങ്ങനായിട്ടിരിക്കണ ഇത് അങ്ങനത്തെ ഒരു കുരു ചില സമയത്തിന് പസ്സില്ലാണ്ട് ഒരു തരം കുരു അങ്ങനത്തെ എനിക്ക് അത് കുരു എന്ത് തീരെ ഇഷ്ടമില്ല കുരു പോലെ തോന്നണില്ല കുന്നിന്റെ മുകളിൽ കയറി പോകാൻ പറ്റുമോ ആ നിങ്ങളന്ന് പോയിട്ടുണ്ടായിരുന്നില്ലേ മറ്റേ ഇത് ബേർഡ് വാച്ചിങ്ങിന്റെ സാധനത്തിനൊക്കെ പോയിട്ടുണ്ടായിരുന്നില്ലേ സിപ്പ് ലൈനിന് പോയിട്ടുണ്ടായിരുന്നില്ലേ അത് ഇതേപോലെ സ്ഥലത്ത് തന്നെ പോയിട്ടുണ്ടായിരുന്നേ കുന്നിന്റെ മുകളിലേക്ക് കയറിയിട്ടല്ലേ പോയിട്ടുണ്ടായിരുന്നത് കുറെ നടന്നിട്ടല്ലേ പോയത് നിങ്ങള് നീയെ വിളിക്കണ്ട് കാറ് വന്നോണേ ഇതെന്താ സാധനം പൊളിച്ചിട്ടത് മുളയാ ആ നമ്മുടെ നാട്ടിലുണ്ട് ഇങ്ങനത്തെ മുള പക്ഷെ ഇത് നല്ല വീതി ഉണ്ടല്ലോ ഇത് പരത്തി വെച്ചേക്കണോ ഓ മുളേനെ ഓ മനസ്സിലായി ഓ നമ്മുടെ നാട്ടിൽ ഈ പണിയില്ലല്ലോ അത് രസമുണ്ടല്ലോ അത് ഇത് നമ്മുടെ മുളേനെ നോക്കി അങ്ങനെ നിവർത്തിയിട്ട് അതിനെ എന്തോ ചെയ്ത് വെക്കുന്നതാണത് ചൂട് കുറയും നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഫുള്ള് അവിടെ അതാ ചെയ്തേക്കണേ മുളേനെ കണ്ട ഇതാ ഇതൊരു മുളേനെ കണ്ട അതിന് എനിക്കിങ്ങനെ നിവർത്തിയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്
പള്ളിയുണ്ട് കേട്ടോ തന്നെ, പള്ളിയിൽ പോണേ. പള്ളിയിൽ പോവും. അവിടെ നല്ല ഭംഗിയുള്ളൊരു പൂവുണ്ടായി നിൽക്കുന്നുണ്ട്. എന്ത് പൂവാന്ന് അറിയില്ല. ഇതായിട്ട് നമ്മൾ റെന്റ് എടുത്തേക്കണ വണ്ടി. അമ്മയുടെ വയ്ക്കോ അലീനെ? ആ നമുക്ക് പഴം ഫ്രൂട്ട്സ് കടയിൽ നിർത്തണം. ഓക്കെ. ഗിയറൊക്കെ മാറ്റണോ? ഇത് ഗിയറുള്ള വണ്ടിയാട്ടാ അല്ലേ? ഇത് ഓട്ടോമാറ്റിക്കാ? ഓ ഓക്കെ ഓക്കെ. സാധനം ആ ഓക്കെ. അപ്പോൾ നമ്മൾ എടുത്തേക്കണ വണ്ടി സുസുക്കി ആട്ടെ. നമ്മൾ എയർപോർട്ടിൽ നിന്ന് വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എമ്പളം കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് ഞാൻ പിള്ളേരുടെ അടുത്ത് പറഞ്ഞേ, നമ്മുടെ നാട്ടിലിപ്പോഴും കാണുന്ന വണ്ടിയാണല്ലോ. ഇവിടെ ആ വണ്ടി തന്നെ കേട്ടോ കൂടുതൽ കാണുന്നത്. എന്താ നമ്മുടെ മുമ്പിൽ ഒരു ഓടിയൊക്കെ കാണുന്നുണ്ട് കൂടുതലും. പക്ഷെ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ തന്നെ സുസുക്കിയും. പിന്നെ എന്ത് വണ്ടിയാ മോസട്ടെ? വേറെ എന്ത് വണ്ടിയാ? ഏത് നമ്മുടെയാ? ആ നമ്മൾ ടയോട്ട ഓടിക്കണേ. ഓക്കെ ഓക്കെ. ഇതേ നമ്മൾ കണ്ടിരുന്ന ഉമ്മയ്ക്ക് വരുന്നുണ്ട്. നീനയുടെ ഹെയർ സ്റ്റൈൽ ഒന്നും ഡിസൈൻ ഉണ്ടല്ലോ നീന. Jamaica, Spain. What else can I say? Don't worry about it. Don't wait till it's Puerto Rico. Have you been to Puerto Rico? Yes. Did you go this year? Look at that! Remember when the dog tried to jump into our car? Oh yeah. Juicer na? കരിമീൻ ജ്യൂസാ. Orange juicer. ഓറഞ്ച് man. Nina, ¿tienes aguas frescas? Sí. ദോശ ഇതില് ട്രാൻസ്ലേഷൻ കിട്ടും. ട്രാൻസ്ലേഷൻ അവര് പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാം. Naranja. വണ്ടികളൊക്കെ യുഗാമിന്റെ അടുത്തുള്ള വണ്ടി. അവിടെ ഫ്രൂട്ട്സുകൾ പറയാട്ടോ. അവിടെ ഏത്തപ്പഴം നല്ല കറുത്ത് കിടക്കുന്നുണ്ട്. Once we get out of the city, it'll be less than us. What'd you say with it? Wait, you don't think once we get out of the city there'll be more? More what? Fruit stands. I think so. No, the city has the most. Really? The city. പച്ചപ്പില്ലേ? നല്ല പച്ചപ്പുണ്ട്. I just feel so happy with sun out. നല്ല കേരളത്തിന്റെ ഭംഗിയില്ല. ഇപ്പൊ അങ്ങനെ പറയുന്നതാണ് ഇവര് പറയുന്നത്. കുറച്ച് ഇപ്പൊ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിട്ട്. പക്ഷെ നമ്മുടെ കേരളവും ഇതും തമ്മിൽ ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കേരളത്തിലൊക്കെ കുറച്ചുകൂടി നല്ല ബിൽഡിങ്ങുകൾ. ഇവിടെയൊക്കെ പഴയ ടൈപ്പ് ആസ്പെറ്റോസും ഇതൊക്കെ വെച്ച് അടിച്ചിട്ടുള്ള ബിൽഡിങ്ങുകളും അങ്ങനത്തെയൊക്കെയാണ് കൂടുതൽ. കേരളം വേറൊരു ലുക്കാണ്. ഇവിടെ നമ്മൾ വലിയല്ലേ? Bougainville. ബോഗെയിൻവില്ല. You want some chicharrones? കടലാസ് പൂവിനായിരുന്നു നമ്മുടെ ബോഗെയിൻവില്ലയ്ക്ക്. എന്നാലും നമ്മുടെ നാട്ടിൽ അത്രയ്ക്ക് വൃക്ഷമില്ല കേട്ടോ. നമ്മുടെ നാട്ടിലിപ്പോൾ ഒരുപാട് കളറുകൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ടൊക്കെ. ഇവിടെ കാണാനൊക്കെ നമ്മുടെ ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് കാണുമ്പോൾ ഒരു ലുക്ക് ഉണ്ടല്ലോ. നമ്മുടെ കേരളവും തമ്മിൽ നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ കമ്പയർ ചെയ്യലും നമുക്കൊരു വ്യത്യാസം തോന്നിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിൽഡിങ്ങുകൾ തമ്മിലൊക്കെ വ്യത്യാസം. ഇതൊക്കെ പഴയ മോഡലുകൾ ബിൽഡിങ്ങുകൾ ലുക്കൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ തോന്നാം. നോക്കി കൂടുതലും ഞാൻ ചേച്ചിരി ചുമയും. ഇവിടെ നോക്കി കൂടുതലും ഇങ്ങനെ ആസ്പെറ്റോസൊക്കെ ഇട്ടിട്ടുള്ള ഈ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു പഴയ ഒരു വണ്ടി You're so strange. It's fine because it's black. I'm just letting you know. Because I don't want to know. ഇതിവിടെ സിഗ്നലിലൂടെ വണ്ടി നിർത്തിയേക്കണ്ട കേട്ടോ. സിഗ്നൽ അവിടെ ബസ്സൊക്കെ നിൽക്കുന്നുണ്ട്. ബസ്സുകളൊക്കെ കുറച്ചുകൂടി സ്റ്റൈലുണ്ട്. ഇത് പക്ഷേ നമ്മുടെ പ്രൈവറ്റ് ബസ്സായിരിക്കില്ല കേട്ടോ. സാധാരണ ബസ്സാ. സാധാരണ ബസ്സാ. നമ്മുടെ ട്രിപ്പറൊക്കെ വരുന്നുണ്ട്.
ബോഗൻവില്ല. ഇത് മോളെ നാട്ടില് നീ സീസൺ ആകുമ്പോ പോണം. നമ്മുടെ നാട്ടിലൊക്കെ ഇതിന്റെ കാഴ്ച കാണണമെങ്കിൽ നാട്ടില് കാണണം. എന്ത് ഭംഗിയെന്ന് അറിയോ. ഇവിടെ അങ്ങനത്തെ വെറൈറ്റി കളറുകളൊന്നും ആ നാട്ടിലാണ് അതിന്റെ ഭംഗി. ഇവിടെ ഇപ്പോഴത്തെ ഒരു സാധനം ഒരു ചെടി നിൽക്കുന്നുണ്ട്, എല്ലായിടത്തും നിൽക്കുന്നുണ്ട്. മണ്ണിടിച്ചിലിനെ തടയുന്ന സാധനം തോന്നുന്നു എനിക്ക്. കണ്ടൽക്കാടുകള് ഇത് വേറെ ടൈപ്പ് ആയിട്ടാണ്. ഇവിടെ കൊറേ ടൈപ്പ് വാഴകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ നമ്മൾ പോണ വഴിക്ക്. ഏത് ടൈപ്പ് വാഴയെന്നൊന്നും അറിയില്ല. എനിക്ക് മെയിൻ ആയിട്ട് ഫ്രൂട്ട്സുകൾ എന്തൊക്കെയുണ്ടെന്നാണ് ഇവിടെ അറിയേണ്ടത്. ആ ഇവിടെ ആഹാ നാട്ടിലെ പോലെ കുറെ പട്ടികളുണ്ടെന്നോ. ആഹാ ഞാൻ വന്ന ഇവിടെ ഉണ്ട് ബോഗൻവില്ല ഉണ്ട്. പക്ഷെ ആ വലിയ ഭംഗിയൊന്നുമില്ല. ഈ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു മണിക്കൂർ കൂടിയിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് 1.5 മണിക്കൂർ. അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴാണ് ഇവര് പറയണത് നല്ല ഭംഗിയുണ്ടെന്ന്. ഇവർ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്, നീനയും അലീനയും നീയയും കൂടിയിട്ട്. പക്ഷെ നമ്മള് ഫ്രൂട്ട്സുകൾ 2-3 സ്ഥലത്ത് നമ്മൾ കണ്ടു. പക്ഷെ നമ്മൾ വാങ്ങാൻ വേണ്ടി നിർത്തിയിട്ടില്ല. പക്ഷെ നമ്മൾ നിർത്തും. പഠിച്ചു കയറ്റി വണ്ടി എടുക്കുമ്പോൾ നോക്കണം. നമുക്ക് നല്ല ഫ്രഷ് പാല് കിട്ടാണെങ്കിൽ വാങ്ങണോട്ട്. ചായപ്പൊടി എടുത്തില്ല മോളെ. അമ്മ എല്ലാം ഓർത്തിരുന്നു, ഒന്നും എടുത്തില്ല. ചായപ്പൊടി കിട്ടുമോ? പിന്നെ നല്ല കാപ്പി ഉണ്ടാക്കും. സ്റ്റാർബക്സിന്റെ ഇത് കണ്ടതല്ലേ നമ്മളിവിടെ. അത് കോഫിയല്ലേ? ടീയും എന്തായിരുന്നാലും കുഴപ്പമില്ല. നമുക്ക് എന്തായിരുന്നാലും ഫ്രഷ് പാല് വാങ്ങണം. ഫിഷ് മാർക്കറ്റിൽ എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാഗില് തന്നെ പാല് കിട്ടൂടെ? അല്ലാണ്ട് ചിലപ്പോ നല്ല പാല് കിട്ടുമായിരിക്കും. അമൂലിന്റെ പാലായാലോ? നമുക്ക് അങ്ങനത്തെ പാലുകൾ വേണ്ട. ചെറിയ ചെറിയ പള്ളികളുണ്ട് കേട്ടോ. എല്ലാം ചെറുതാ പള്ളികളൊക്കെ. കുഞ്ഞൊരു പള്ളി. നേരത്തെ നമ്മൾ വേറെ ഒന്നും കണ്ടിരുന്നു. നമ്മുടെ നാട്ടിലെ പോലത്തെ വലിയ വലിയ പള്ളികൾ അങ്ങനത്തെ ഒന്നുമില്ല. ഇതൊക്കെയാണ് വീടുകൾ കണ്ടോ. കള്ളിച്ചെടികൾ. എൻ്റെ ദൈവമേ, എന്തൊരു ടൈമായിരുന്നേ. ഞങ്ങള് ഗ്ലാസ് തുറന്നിട്ടിട്ടാ. പുറത്ത് അങ്ങനെ നല്ല വെയിലുണ്ടെങ്കിലും ചെറിയൊരു തണുപ്പുണ്ട് കേട്ടോ. ചെറിയൊരു തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ട്. ഇതെന്ത് പറ്റി? അത് ട്രിപ്പർ വണ്ടി. ഓലാ പഠിച്ചു. എന്റെ ക്ലാസ് തുറന്നിട്ടിട്ടില്ല. ഹായ് ഹായ് ഹായ്. ഇവരെല്ലാരും സെയിം പശു കേട്ടോ. ആ ഇതൊക്കെ കുഞ്ഞു പശുക്കളോ കേട്ടോ. പാവങ്ങള്. ഓ 2 കിട്ടിയും കൊണ്ടുപോയിരുന്നു. നോക്കണുണ്ട്. ഹായ് ഹായ്. ഓലാ ഗുമസ്റ്റാസ് ഗുമസ്റ്റാസ്. എന്നിട്ട് മമ്മീനെ ഇവിടെ ഇറക്കിക്കുക. മമ്മീനെ ഇവിടെ ഇറക്കിക്കുക. വരുമ്പോ എടുക്കാം. ഇവിടെ വേറെ ടൈപ്പ് നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പശുവിനെ കണ്ടത് കഴിഞ്ഞു പോയി. ഗ്ലാസ് ഓർക്കുമ്പോൾ അത്യാവശ്യം തണുപ്പുണ്ട്. അങ്ങനെ നമ്മൾ പോണ വഴിക്ക് കുറേ കടകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവസാനം നമ്മളൊരു കടയിൽ ഏത്തപ്പഴം എന്താ അവിടെ പുറത്തൊക്കെ ഇട്ട് ഞാത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായിരുന്നാലും ഇവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടെ ഏത്തപ്പഴത്തിന് നല്ല മധുരം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാടൻ ഏത്തപ്പഴം കിട്ടുന്നു പറഞ്ഞു. നമുക്ക് അമേരിക്കയിലെ ഏത്തപ്പഴം കിട്ടിയാൽ ഇത്രയ്ക്ക് നാടൻ അത്രയ്ക്ക് മധുരം ചില സമയത്ത് അതിന് കിട്ടില്ല.
ഇതാട്ടോ നമ്മളിപ്പോൾ ആദ്യമായിട്ട് കയറിയേക്കണ കട. ഇവിടെ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ടിന്നിൽ നോക്കിക്കോ, ഒരു ചെപ്പ് നമ്മൾ ഉപ്പിലിട്ട് വയ്ക്കില്ലേ അതേപോലെ ക്യാരറ്റും പിന്നെ പച്ചമുളക് സവോളയൊക്കെയാണ് തോന്നുന്നു. പക്ഷേ അത് ഇട്ട് വെച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെപ്പിലുണ്ടോ. ഇവിടെ അങ്ങനെ ആരും ഇല്ല, തിരക്കൊന്നുമില്ല. ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. നേന്ത്രക്ക് Dos casadas blanco. സ്പാനിഷ് Una bebidas frescas, naturales frescas, and una fruit mixto. Me bien. അവിടെ ഇനിയുണ്ട് വലുതുണ്ടോ കാണാൻ? ¿Eh? Muy bien. കാടുണ്ട്. Me bien. ഓ ഇവിടെ മാതാവിൻ്റെ ഫോട്ടോ ഇരിക്കുന്നു. മാതാവിൻ്റെ ഫോട്ടോ മാതാവുണ്ട്, പിന്നെ തിരുക്കുടുംബത്തിൻ്റെ ഫോട്ടോ ഉണ്ട് കേട്ടോ. മാതാവ് ഇത് ഇവിടെ നിന്ന് പുറത്തേക്കുള്ള കാഴ്ചയായിട്ട്. ഇവിടെ മൊത്തം ഇതേപോലത്തെ ഇങ്ങനെ സ്ഥലങ്ങളാണ്. കുറേ ഇങ്ങനെ കാട് പിടിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട് കുറേ സ്ഥലം. ഇവിടെ നോക്കി നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കണതുണ്ടല്ലോ, പഴയ ടൈപ്പ് ഒരു മെഷീനായിട്ട് ചെറുത്. അത് കാണുമ്പോൾ വലുതായി തോന്നണുണ്ടാവും. ചപ്പാത്തി പരത്തണ ചപ്പാത്തി പ്രസർ. ഓ പിന്നെ ഇത് അയൺ ബോക്സ്, പഴയ ടൈപ്പ് അയൺ ബോക്സ് കണ്ട നീല അലീന. ഇതിൻ്റെ ഉള്ളിൽ മറ്റേ ഈ കനലിട്ടിട്ട് ചാർക്കോൾ ഇട്ടിട്ട് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് ആൻറ്റിക്ക് സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മാതാവിനെ വെച്ചിട്ടുണ്ട്. മാതാവ് വേറെ കളർ മാതാവാണ്. ബേഡ്സ് എന്ന് പറഞ്ഞാൽ ബേഡ് ഉണ്ടല്ലോ, ആ ബേഡാട്ടാ. വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. Me hace falta una fresca. Platos. Para, con mucho gusto. That's delicious. എന്നിട്ട് നമ്മൾ വേറൊരു മീൽ വാങ്ങിച്ചത്. മുട്ടയുണ്ടല്ലേ, മുട്ടയുണ്ട്, റൈസ് ഉണ്ട്, പിന്നെ എന്താ വെജിറ്റബിൾസ് ഉണ്ട്. മറ്റേത് ഇതാന്നോണല്ലേ നമ്മുടെ പയറ് ഇത് കറുത്തത് ബ്ലാക്ക് ബീൻസ്. ബ്ലാക്ക് ബീൻസ് ഉണ്ട്, പിന്നെ ചീസ് ഉണ്ട്. പിന്നെ Ya les traigo los cupones. Thank you. എന്ത് സാധനം മാഷ് പൊട്ട താങ്ക് യു പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ലേ? പ്ലാന്റേന് മനസ്സിലാവോ? ഒരു കൊണ്ടുവരുന്നുണ്ടോ പ്ലേറ്റ്? ഇനിയുണ്ടോ? പ്ലേറ്റ് കൊണ്ടുവരും. അത്രേ ഉള്ളൂ. Just try the steak. Just hold on, girl. ഇതെന്ത് സാധനം നോക്കി ഇത് കോളിഫ്ലവർ ആണെന്നോണം. അല്ല, ഇത് ഉരുളൻകിഴങ്ങും ചീസൊക്കെ. മറ്റേത് നമ്മുടെ പഴം വറുത്തതാണ്. ചീസ്, പിന്നെ ചെറിയ സലാഡ്, പിന്നെ നമ്മുടെ ഇത് നമ്മുടെ കറുത്ത പയറാട്ടോ, പയറ് ബ്ലാക്ക് ബീൻസ്, നമ്മുടെ വൻപയറിൻ്റെ ചെറുത്, പിന്നെ ബീഫ് സ്റ്റേക്ക് ഉണ്ട്, എഗ്ഗ് ഉണ്ട്, റൈസ് ഉണ്ട്, പിന്നെ സാധനം കാണാനൊക്കെ രസമുണ്ട്. കഴിച്ചോട്ടെ. അത് വലിയൊരു കഷ്ണം. വെള്ളം തരാം. പിന്നെ അപ്പോൾ നമ്മുടെ ഫുഡുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ബീഫ് ഉണ്ടല്ലോ, ബീഫ് നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ നല്ല ഉപ്പ് ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് കഴിക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ ഈ ഉണക്കമീനൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റായിട്ട് നമുക്ക് ഒരു കടി ഇങ്ങനെ കടിക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ റൈസ് കഴിക്കാം, നല്ല ടേസ്റ്റ് ഉണ്ട്. പൊട്ടറ്റോ നോട്ടോ എല്ലാം നല്ല ഫ്രഷ് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും നല്ല രുചിയാണ്. ശരിക്കും ഒരുപാട് ഇങ്ങനെ മസാല ഒന്നും ഇട്ടിട്ടൊന്നുമില്ല, പക്ഷെ നല്ല രുചിയുണ്ട് എല്ലാ സാധനം. ബീഫ് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ബീഫ് ഇഷ്ടമായ എനിക്കും റൈസിൻ്റെ കൂടെ കുറേശ്ശെ ഇട്ട് കഴിക്കാനല്ലോ. ഒറ്റ ചീസ് കഴിച്ചോട്ടെ. ചീസാണ്, പക്ഷെ അത് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. നല്ല പൊടിയല്ലേ? ചൂട് മുട്ട വെച്ച് നോക്കില്ല.
ഫ്രഷ് ചീസ് അതും അങ്ങനെ എല്ലാം നല്ല രുചി ഓക്കെ എന്നറിയും പറഞ്ഞ സിംഗം സിംഗം Classe aqua. എനിക്ക് കൊടുത്ത ഭാഷകൾ നന്നായിട്ട് അറിയാട്ടോ ഫുഡ് കഴിച്ച് No, give me a carrot and onion. സ്ട്രോബെറി റാസ്ബെറിയാ Strawberry. ഓ സ്ട്രോബെറി അത് ഷുഗറിൽ കഴിച്ചിട്ടുണ്ടോ നേരെ മാത്രം നീ അവിടെ ഇരുന്നിട്ട് മുളക് നീ അവിടെ നിന്നിട്ട് ഇതാ എടുക്കുന്നുണ്ട് എരിവുണ്ടോ മുളകിന് ഭയങ്കര എരിവ എരിവ ഭയങ്കര എരിവ അവിടെ വെച്ചേക്ക് ഇവര് എരിവ് കഴിക്കുന്ന ആൾക്കാരായിരിക്കും It's like so sour. സവർ ആഹാ Ervin'de പക്ഷെ അതല്ല. നീ അത് എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരും ആ നീ വക്കൂടാ അതവിടെ ഫിഗ് അവർ പഞ്ചസാരയിലിട്ട് വെച്ചേക്കുന്നതല്ലേ ആ ഫിഗ് അവരവിടെ പഞ്ചസാരയിലിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ നമ്മുടെ നെല്ലിക്കയൊക്കെ നമ്മൾ തേനിലിട്ട് വെക്കില്ലേ അതേപോലെ ഫിഗ് പഞ്ചസാര. അത് നമ്മുടെ ഫിഗ് അവരവിടെ ഒരു ചെപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പഞ്ചസാരയിലിട്ട് വെച്ചേക്കുന്നതാണ് ടേസ്റ്റ് നല്ല കട്ടിയായിട്ടുണ്ട് കേട്ടോ എനിക്ക് ഞാൻ നന്നായിട്ട് പഞ്ചസാര പിടിച്ചിട്ടുണ്ട് നമ്മുടെ നെല്ലിക്ക നമ്മൾ തേനിലിട്ട് വെക്കില്ല അതേപോലെ കഴിച്ചു നോക്കിയ പ്രത്യേക ടേസ്റ്റ് ഉണ്ട് നല്ല കട്ടി വെച്ചേക്കണം അല്ലേ ആ പഞ്ചസാര നന്നായിട്ട് പിടിച്ചിട്ടേ നമ്മുടെ ഇവിടെ ഈ തേൻ നെല്ലിക്ക എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് അതിൻ്റെയൊക്കെ ഒരു ഇത് കഴിച്ചു നോക്കി Wow. ഇഷ്ടമായി It's like molasses. പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് It almost tastes like coconut. നീനിടയിൽ കൊടുത്ത കോക്കനട്ടോ Coconut sugar. ആഹാ നല്ല രുചി വാ കുറച്ച് കൊടുത്തു ഞങ്ങൾക്ക് ഇഷ്ടമായി Morgano. Do that makes an extra money. മുളക് വേണ്ട മുളക് കൊടുക്കണ്ട ഭയങ്കര എരിവാ ഉണ്ടമുളക്. എരിവുണ്ട് ഇത് നമ്മുടെ മറ്റേ ഉണ്ടമുളക് കേട്ടോ ഭയങ്കര എരിവാ Yeah. I think so. I don't know who decided all that, but ഞാൻ സൈഡിലാണ് ഇരിക്കുന്നത് ഞാൻ നടുവിലിരിക്കാൻ കാര്യം കഴിഞ്ഞിട്ട് മാറിക്ക് പപ്പ വേണ്ട പപ്പ സൈഡിലിരിക്കേ പപ്പ നേരത്തെ മിഡിലല്ലേ ഇരുന്ന് അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോവാട്ടെ നമ്മുടെ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവാട്ടെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഫുഡ് ശരിക്കും ഒരുപാട് മസാലയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നല്ല രസമായിരുന്നു എന്തുവാ ലാഭ ശരിക്കും നമ്മള് ഹലുവ കഴിക്കണ പോലെ ഉണ്ട് കേട്ടോ കട്ടിയൊക്കെ വന്നിട്ട് നമ്മൾ ഇറങ്ങിയ വഴിക്ക് തന്നെ ഇവിടെ ഒരു ഫ്രൂട്ട് കട കണ്ടിട്ടുണ്ട് കുറേ ചെടികളൊക്കെ നോക്കിയൊക്കെ മാങ്ങ ആവക്കാടോ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇന്ന് ഇവിടെ നമ്മളൊരു ഹാർവെസ്റ്റിങ് ചെയ്യും പക്ഷെ അധികമൊന്നും ഇല്ല naranja. Mandarina. Mandarina. Ese es Avocado. Ese es aguacate. No, eso se llama granadilla. Granadilla. Parecido a la maracuyá, son como familia de la maracuyá, pero este es dulce. Dulce. Oh, Ajá, okay. Madrulla. ഫാഷൻ ബോട്ടല്ലേ Fashion fruit. Passion fruit. Madrulla fashion fruit. Passion fruit, yeah. Passion. Passion fruit también. തൂക്കത്തിന് ഇതെവിടേക്കാണ് നമ്മള് പോണത് ആ പേര് കാടിന്റെ ഉള്ളിൽ കൂടെ കേട്ടാണ് അമ്മേ. ഇത് ശരിക്കും നമ്മൾ ഫോറസ്റ്റിന്റെ ഉള്ളിൽ കയറി
ഇതിന് നമ്മുടെ നാട്ടിലൊരു Now she wants my middle seat too. I sacrificed the window. പോണ പോലെ കൊടൈക്കനാലിൽ ഇത് വളഞ്ഞു വളഞ്ഞു പോണ റോഡാണ്. She just let up. No feel. ഇത് നമ്മുടെ ആതിരമ്പുള്ള വാഴച്ചാലിലേക്ക് അങ്ങോട്ട് പോകുമ്പോ ഉള്ളൊരു Yeah. നമ്മുടെ സുസുക്കി പോണ്. Not Suzuki. It's a Suzu. സൂസാണോ? നാട്ടിലാണെങ്കിൽ ആനയൊക്കെ ചാടിയാണ് ഇവിടെ. എവിടെ കുറഞ്ഞമാരുണ്ടാവട്ടെ നോക്കി നടന്നോ. ആഹാ. Because I'm Burma. Did you see a sign or something? No. But I'm telling you. The road? ഇതൊക്കെ നാട്ടിലുള്ളതാ. Take your side of the road. Take your side of the car. അങ്ങോട്ട് വെക്കാൻ വേണ്ടി പറ്റത്തില്ല. ഇവര് ഓരോന്നും വെള്ളച്ചാട്ടം കാണുമ്പോ ഇവര് വലിയതായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതൊക്കെ ഇതിൽ എത്ര ഇരട്ടി എന്റെ നാട്ടിലുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ട്. Okay. മമ്മി നാട്ടിൽ പോന്ന നാട്ടിൽ പോണില്ല, പക്ഷെ ഇതൊക്കെ എന്റെ നാട്ടിലുണ്ട്. ആയിക്കോട്ടെ. ഇവിടെ കാണോ അല്ല ഞമ്മ പറഞ്ഞതാ നമ്മുടെ നാട്ടിലുണ്ടെന്ന്. ആൾക്കാര് ബസ് സ്റ്റോപ്പിൽ നിൽക്കാൻ ചേച്ചി കണ്ടു താമസിച്ചിട്ടുണ്ട്. പോലീസ് നോക്കി നടന്നിട്ടോ. അമേരിക്കയുടെ പോലീസിനാണ് പേടി, ഇവിടുത്തെ പോലീസിനാണ് തട്ടിൽ പേടിയില്ല. എനിക്ക് പേടിയാ. ഞാൻ അവിടെ എനിക്ക് കിട്ടിയ കുറച്ച് സാധനങ്ങൾ ഇവിടെ വാങ്ങിയ സാധനങ്ങളൊക്കെ പറ്റിക്കൽസ് ഇവിടെ അമ്മേ ഏതാണ്ട് പൊട്ടിയില്ല അവിടെ. വാവ് എൻ്റെ അമ്മോ രസമുണ്ടാവും. They're from Maryland. They are looking at that too. They were all such different races. ഇവിടെ ഇതേപോലത്തെ കുറേ പിടിച്ചുകളുണ്ട് കേട്ടോ. ഒറ്റ വണ്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നു. Okay. Okay. Okay, okay. Okay, I see. Yeah, lots of up and downs. Okay, I will. Okay. Yes, yes. Okay. Alright. Thank you. എന്താ പറഞ്ഞേ? ബ്രേക്ക് ചൂടാറണമെന്ന് കുറച്ച്. ഓ ബ്രേക്ക് നമ്മൾ ഈ മുകളിലേക്ക് കയറിയപ്പോൾ ബ്രേക്ക് ചൂടായിട്ടുണ്ടെന്ന്. അവിടെ പിള്ളേര് സ്കൂളൊക്കെ കഴിഞ്ഞ് പോകണുണ്ട് കേട്ടോ. അവിടെ ഒരു അപ്പച്ചനും അമ്മച്ചനും അവിടെ വീടിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട്. ഇവിടെ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഓരോരുത്തർ എത്ര പറഞ്ഞേ? $2 കേട്ടോ ഒരു പൈനാപ്പിളിന്. നല്ല പഴുത്ത് എടുക്കാൻ പറ്റി കൊടുത്തിട്ട് അവിടെ നല്ല പഴുത്തായിരിക്കും. ഓ നോ നോ അത് വേണ്ടേ, പഴുത്തത് എടുക്ക്. രണ്ടാമത്തെ വേണോ? യാ അവിടെ രണ്ടാമത്തെ. പഴുത്ത് തരാൻ പറ്റും. Dos. Seconde. Azúcar. Or you want to get out of there? Yeah. നമുക്ക് പഴുത്തത് നല്ല പഴുത്തത് എടുക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞത് മനസ്സിലാവില്ല. Azúcar. That means sugar. നല്ല പഴുത്തുണ്ട്. Oh my god. എവിടെ അമ്പട
ഇത് ഞാനിപ്പോൾ ഇവിടെ വണ്ടി നിർത്തിയപ്പോൾ കണ്ടതാട്ടെ. ഇതാ നിങ്ങളുടെ അടുത്ത് ഞാനൊരു വാഴ എന്ന് പറഞ്ഞില്ലേ, കല്ലുവാഴ നട്ടിന്നാണ് നാട്ടിൽ. ഇത് ഞാനങ്ങനെ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ വീഡിയോയിലൊക്കെ. ആ വാഴയായിട്ടാണ് നിൽക്കുന്നത്. ഇതാ ഇത് കുറച്ച് ഞങ്ങളുടെ ഡീപ്പായിട്ടുള്ള ഒരു സ്ഥലത്തായിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ കുറേ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അതാ നോക്കിക്ക് കണ്ട. അത് പറിക്കാൻ വേണ്ടിയിട്ട് വരില്ല അങ്ങോട്ടേക്ക് പോയിട്ട്. ആ ഭംഗിയില്ലേ, നിങ്ങൾ ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. കഴിക്കാൻ പറ്റുമെന്ന് തോന്നണേ എനിക്കത്. നല്ല രസമുണ്ട് അതിൻ്റെ കളർ കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കുടപ്പൻ്റെ കളർ നോക്കിക്ക്, നല്ല വയലറ്റ് കളറ്. അവർ വണ്ടി അവിടെ ആ സൈഡിലോട്ട് നമ്മൾ നിർത്തിയേക്കണം. ഞാൻ കിടക്കട്ടെ. ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് കിടന്നപ്പോൾ ഇവിടെ അടുത്ത് തന്നെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇതാട്ടോ പുതിയ ടൈപ്പ് ഒരു വാഴ. ഇതാ വാഴയെന്ന് എനിക്ക് തോന്നണേ. ഞാൻ എവിടെയോ ഫേസ്ബുക്കിൽ ഒരിക്കൽ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഇത് മേപ്പോട്ടേക്കാട്ടോ പോണത്. നമ്മുടെ കായ ഉണ്ടാവണ പോലെ താഴത്തേക്കല്ല വരുന്നത്. വാഴകൾ വന്നിട്ട് അതിൻ്റെ കുടപ്പം നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് അടുത്തുകൊണ്ടിരിക്കട്ടെ. നമ്മൾ കുറേ മുകളിലേക്ക് കയറി വന്നിട്ടോ. ഇവിടെ വെള്ളം വരുന്ന സൗണ്ട് വരുന്നുണ്ട്. ആ അവിടെ വെള്ളമുണ്ട്. ഇന്നത്തെ തരം പാറ ഓറഞ്ച് കളർ പാറ. നമ്മുടെ വീട് ശരിക്കും ഒരു മൗണ്ടൻ്റെ മുകളിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഈ മരം നമ്മുടെ നാട്ടിലുണ്ട്. കേറുമ്പോഴായിരിക്കും പാടുത്. നമ്മുടെ വണ്ടി നമ്മളവിടെ പൊക്കത്ത് നിർത്തി. നമ്മുടെ വീട് അന്വേഷിച്ച് വന്നതാ. വഴി ഇവിടെ അല്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞു പോകണം. നമ്മളിങ്ങോട്ടേക്ക് ഇറങ്ങി വന്നതാട്ടോ. പാറയുടെ കളർ. അയ്യോ, ഇത് ഭയങ്കര വലിയ ഇറക്കമായിരുന്നു കേട്ടോ. വണ്ടി ഇറക്കാണ്ടിരുന്ന് നന്നായി. കുറേ ഇതേപോലത്തെ വലിയ ഇറക്കൊക്കെ ഇറക്കിയിട്ടാണ് നമ്മൾ വന്നത്. നമുക്ക് സംശയം തോന്നിയപ്പോൾ ചെന്ന് നോക്കിയതാട്ടോ. ഭയങ്കര കയറ്റാണത്.